പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ് ബയോളജി ചാപ്റ്റർ 3 ബിഹൈൻഡ് സെൻസേഷൻസ് സംവേദനകൾക്ക് പിന്നിലെന്നതിൻ്റെ അവസാന ഭാഗത്തേക്ക് സ്വാഗതം. ഇറ്റ് ഇസ് മീ റഷീദ് ഓടക്കൽ, GVHSS കൊണ്ടോട്ടി. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ നമ്മുടെ കണ്ണുകളുടെ പ്രത്യേകതകൾ, സ്ട്രക്ചർ, അതിൻ്റെ ചില ഭാഗങ്ങളുടെ ഫങ്ഷൻസ്, മറ്റെങ്ങനെയാണ് കാഴ്ച അനുഭവവേദ്യമാകുന്നത്, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് ചെവിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലൂടെ തുടങ്ങാം. 2 ഫങ്ഷൻസാണ്, 2 ധർമ്മങ്ങളാണ് ചെവിക്കുള്ളത്. ഒന്ന് ഹിയറിംഗ്, കേൾവി, ശ്രവണം സാധ്യമാക്കുക. മറ്റൊന്ന് ബോഡി ബാലൻസിങ്, ശരീര തുലന നില പാലനം സാധ്യമാക്കുക. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഈ ചെവിക്കുട, ഇയർപ്പിൻ്റെയും ഒരു ഓഡിറ്ററി കനാൽ, കർണനാളവുമാണ് കാണുക. ഈ കർണനാളത്തിൻ്റെ ഈ തുടക്കം മുതൽ, ഓപ്പണിംഗ് മുതൽ ഒരു 2.5 ഇഞ്ചോളം, അതായത് 6.3 സെൻറ്റിമീറ്റർ ആവറേജ് നീളം ആണ് ചെവിക്കുള്ളത്. അങ്ങനെ 2 വശത്തു നിന്നും 2 ചെവി നമുക്ക് ഉണ്ട്. ഇവിടെ 3 ഭാഗങ്ങളായിട്ട് ചെവിയെ തിരിച്ചിരിക്കുന്നത് കാണാം. ഒന്ന് എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ഔട്ടർ ഇയർ, ബാഹ്യകർണം എന്ന് പറയും. അവിടെ ഈ ചെവിക്കുടയും നേരത്തെ പറഞ്ഞ കർണനാള അല്ലെങ്കിൽ ഓഡിറ്ററി കനാലുമുണ്ട്. അതൊരു ചെറിയൊരു മെംബ്രെയിനിൽ, ടിംബാനം എന്ന് പറയുന്ന മെംബ്രെയിനിൽ അവസാനിക്കുന്നു. ഈ ടിംബാനത്തെ തുടർന്ന് മിഡിൽ ഇയർ ആണ്, മധ്യകർണമാണ്. അതൊരു ഇടുങ്ങിയ അറയാണ്, വളരെ ഇടുങ്ങിയ അറയാണ്. രണ്ടിൻ്റെയും, അതായത് ഔട്ടർ ഇയറിൻ്റെയും മിഡിൽ ഇയറിൻ്റെയും ഇടയിലുള്ള മെംബ്രെയിൻ അഥവാ നമ്മൾ കർണപടം എന്ന് പറയുന്ന ടിംബാനം, ആ ടിംബാനം രണ്ടിലും പെട്ടതാണെന്ന് പറയാം. എന്തായാലും ഈ മധ്യകർണ എന്ന ഇടുങ്ങിയ അറ ടിംബാനിക് ക്യാവിറ്റി എന്നും അറിയപ്പെടാറുണ്ട്. ഈ ടിംബാനം ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് ഈ ടിംബാനിക് ക്യാവിറ്റി പിന്നീട് ഇതാ ഒരു ചെറിയൊരു ട്യൂബായിട്ട്, വളരെ നാരോ ആയിട്ടുള്ളൊരു ട്യൂബായിട്ട് അത് അങ്ങോട്ട് ഗ്രസനിയിലേക്ക്, പ്രത്യേകിച്ച് നാസോഫാരിങ്സിലേക്ക് ബന്ധിക്കുന്നു. അത്രയാണ് മധ്യകർണം. ആന്തരകർണം എന്ന് പറയുന്ന ഇന്റേണൽ ഇയർ അല്ലെങ്കിൽ ഇന്നർ ഇയർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ചുരുണ്ട കുടലുകളും നീണ്ട് 3 സെമി സർക്കുലർ കനാൽസൊക്കെ ഇവിടെ കാണാം. അവിടെ നിന്നൊക്കെയുള്ള നെർവ്സൊക്കെ ചേർന്ന് ഓഡിറ്ററി നെർവായിട്ട്, ശ്രവണനാഡിയായിട്ട് ഒരുമിച്ച് പോകുന്ന ഇത്രയും ഭാഗമാണ് ഇന്റേണൽ ഇയർ. ഇത് ഓരോ ഭാഗങ്ങളിലേക്ക് നമുക്ക് വിശദമായിട്ട് പോകാം. അപ്പോൾ ഇയർ, പിന്നെ ചെവിക്കുട എന്ന് പറയുന്നത് അതാണ് നമ്മളെ സൗണ്ടൊക്കെ ഡയറക്റ്റ് ചെയ്ത് ഓഡിറ്ററി കനാലിലേക്ക്, കർണനാളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ എവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നുള്ള ഡയറക്ഷനൊക്കെ അറിയാൻ ചെവിക്കുട ഇയർപ്പിന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിലാണെങ്കിൽ ഹെയേഴ്സ് ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്, അതുപോലെ ഇതിൽ ഇയർ വാക്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അന്യവസ്തുക്കളെ തടയാനുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇത് അവസാനിക്കുന്ന ഈ ഭാഗം ടിംബാനപടം വൈബ്രേറ്റ് ചെയ്യും, സൗണ്ട് വേവ് വരുമ്പോൾ. ഈ വൈബ്രേഷനാണ് പിന്നീട് മിഡിൽ ഇയറിലേക്ക് പാസ് ചെയ്യുന്നത്. മിഡിൽ ഇയർ എന്ന് പറയുന്ന അതിൽ ഇയർ ഒസിക്കിൾസ് എന്നുള്ള പേരിൽ 3 അസ്ഥികൾ കാണാം. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മാലിയസ് ചുറ്റികയുടെ ആകൃതിയിലാണുള്ളത്, ഹാമറിൻ്റെ ആകൃതിയിൽ. ഇൻകസ് ഒരു ആൽവിൻ അല്ലെങ്കിൽ അടകല്ല് പോലെ കാണുന്നു. സ്റ്റേപ്പിസിന് സ്റ്റിറപ്പ് ബോൺ എന്ന് പറയാറുണ്ട്, കുതിരയുടെ ജീനിയിൽ കെട്ടിവെച്ച കാല് ഒക്കെ വെക്കാനുള്ള ഒരു ഭാഗം, അതുപോലെയുള്ള ഒന്നാണ് സ്റ്റേപ്പിസ്. ഇത് 3 ചെറിയ ബോൺസാണ്. 1 സെൻറ്റിമീറ്റർ പോലും ഇതിന് നീളമില്ല ഓരോന്നിനും, അത്രയും ചെറുതാണ്. ഇങ്ങനെയുള്ള 6 എണ്ണം ഉണ്ട്. 3 എണ്ണം ഒരു ചെവിയിൽ, മറ്റൊരു 3 എണ്ണം മറ്റൊരു ചെവിയിൽ. യൂസ്റ്റേഷ്യൻ കനാല് ഞാൻ നേരത്തെ പറയുന്നുണ്ട്, ഇത് നാസോഫാരിങ്സിലേക്ക്, ഗ്രസനിയുടെ ഒരല്പം മോൾ ഭാഗത്തേക്ക് ആണ് എത്തിച്ചേരുന്നത്. ഇതിനും ചില ഫങ്ഷൻസ് ഉണ്ട്. അത് കർണപടത്തിൻ്റെ ഇരുവശത്തും ഉള്ള വായുമർദ്ദം തുലനപ്പെടുന്നതിൽ, ബാലൻസ് ചെയ്യുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നത്. കാരണം എയർ പ്രഷറിലൂടെ ആ ടിംബാൻ എപ്പോഴും ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുമല്ലോ, അതിന് തുല്യമായ ഒരു പ്രഷർ ഇപ്പുറത്തുനിന്ന് കൊടുക്കാനുള്ള എയർ വരുന്നത് നമ്മുടെ ഗ്രസനിയിലൂടെ, ഫാരിങ്സിൽ നിന്ന് യൂസ്റ്റേഷ്യൻ കനാലിലൂടെയാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നു. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് ആവട്ടെ ആംപ്ലിഫൈ ചെയ്യാനുള്ളതാണ്. സൗണ്ടൊക്കെ വേവ്സ് ടിംബാനത്തിൽ നിന്ന് വാങ്ങി നമ്മുടെ ഇയർ ഡ്രമ്മെന്ന് അല്ലെങ്കിൽ കർണപടം കമ്പനി ചെയ്യുമ്പോൾ അത് ഇരട്ടിച്ച് ഒരുപാട് വർദ്ധിപ്പിച്ച രീതിയിൽ ആവർത്തനം നടത്തിയിട്ട്, മാഗ്നിഫൈ ചെയ്തതാണെങ്കിൽ ആംപ്ലിഫൈ ചെയ്തിട്ടാണത് അടുത്ത ഭാഗത്തേക്ക് എത്തിക്കുന്നത്. സ്റ്റേപ്പിസ് മുട്ടി നിൽക്കുന്നത് ഇന്റേണൽ ഇയറിലെ ഓവൽ വിൻഡോ എന്ന് പറഞ്ഞൊരു മെംബ്രെയിനിലേക്കാണ്. അപ്പോൾ ആ ഓവൽ വിൻഡോയിലേക്കാണ് ഈ കമ്പനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഓവൽ വിൻഡോയിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന സ്റ്റേപ്പിസ്. അവിടെ തൊട്ട് ഓവൽ വിൻഡോ മുതൽ കോക്ലിയാണ് തുടങ്ങുന്നത്. ഇതാ ഇവിടെ ഇപ്പോൾ ഓവൽ വിൻഡോ ഇവിടെയാണെന്ന് തൽക്കാലം പറയാം നമുക്ക്. അത് കഴിഞ്ഞ് അങ്ങനെ ഇതിനകത്ത് 2 ഫ്ലൂയിഡ് ഉണ്ട്. ഈ കോക്ലിയക്കകത്ത് സ്നെയിൽ ഷെല്ല് പോലെ ചുരുണ്ട് കിടക്കുന്ന കോക്ലിയാണ്. 3 അറകളുണ്ട്, 2 ഫ്ലൂയിഡ് ഉണ്ട് അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് കോക്ലിയർ നെർവ് വരുന്നു. പിന്നെ മുകളിലുള്ള വെസ്റ്റിബിൾ എന്ന് പറയുന്നത് യൂട്രിക്കിൾ സാക്യൂളുള്ള ഭാഗവും അതിൻ്റെ മുകളിൽ നിന്ന്, യൂട്രിക്കിളിൻ്റെ മുകളിൽ നിന്ന് 3 സെമി സർക്കുലർ കനാൽസ്, അർദ്ധവൃത്താകാര കുഴലുകളും വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെയുള്ള
ഗ്രാഹികളിൽ നിന്ന്, റിസപ്റ്റേഴ്സിൽ നിന്ന് വെസ്റ്റിബുലാർ നാഡിയും പുറപ്പെടുന്നു. ഇങ്ങനെ വെസ്റ്റിബുലാർ നാഡിയും കോക്ലിയർ നാഡിയും കൂടി ഒരുമിച്ച് നമ്മൾ 8th ക്രാനിയൽ നെർവായിട്ട് പോകുന്നു. അഥവാ നമ്മൾ ശ്രവണ നാഡി അല്ലെങ്കിൽ ഓഡിറ്ററി നെർവ് എന്ന് പറയും. ഞാനിവിടെ 8 എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ വെസ്റ്റിബുലോ കോക്ലിയർ നെർവാണ് ഓഡിറ്ററി നെർവായിട്ട് പോകുന്നത്. നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ചിത്രം ഇങ്ങനെയാണ്. ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്, 12ഓളം നമ്പർ ഇട്ടിട്ടുണ്ട്. 1 ചെവിക്കുട ഇയർപിന്ന, അത് കഴിഞ്ഞ് ഓഡിറ്ററി കനാൽ കർണനാളം, അത് അവസാനിക്കുന്നത് കർണപടം ടിംബാനം ഇയർ ഡ്രം എന്ന് പറയും. പിന്നെ ഇയർ ഒസിക്കിൾസ് ആയിട്ടുള്ള മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് 4, 5, 6 എന്ന് നമ്പർ ഇട്ടിട്ടുണ്ട്. സ്റ്റേപ്പിസ് വന്ന് മുട്ടി നിൽക്കുന്ന ഓവൽ വിൻഡോ മാത്രം നമ്പർ ഇട്ടിട്ടില്ല. പിന്നീട് 7 യൂസ്റ്റേഷ്യൻ കനാലിയും മിഡിൽ ഇയർ എന്ന് തന്നെയാണ്. പിന്നെ കോക്ലിയ 8 കോക്ലിയ, അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഇപ്പുറത്തേക്ക് വരുന്ന വെസ്റ്റിബിൾ, പിന്നെ സെമി സർക്കുലർ കനാൽസ് 3 എണ്ണം. ഇവയിൽ നിന്നൊക്കെ പുറപ്പെടുന്ന കോക്ലിയയിൽ നിന്ന് വരുന്ന കോക്ലിയർ നെർവും വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ നിന്ന്, ഈ സെമി സർക്കുലർ കനാലും വെസ്റ്റിബുലാർ സിസ്റ്റം എന്നാണ് അറിയപ്പെടുക, അതിൽ നിന്ന് വരുന്ന വെസ്റ്റിബുലാർ നെർവ് രണ്ടും കൂടി ഓഡിറ്ററി നെർവായിട്ട് പോകുന്നു. പുസ്തകത്തിൽ ചെറിയ തെറ്റുകളുണ്ട്, ഞാനതിവിടെ തിരുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്റേണൽ ഇയറിൽ ഈ വെസ്റ്റിബുലാർ സിസ്റ്റം ബോഡി ബാലൻസിങ്ങിനുള്ളതാണ്. വെസ്റ്റിബുലാർ സിസ്റ്റം കൺസിസ്റ്റിംഗ് 3 സെമി സർക്കുലർ കനാൽസ് ആൻഡ് വെസ്റ്റിബിൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ യൂട്രിക്കിൾ, സാക്യൂൾ എന്നീ 2 അറകളുണ്ടെന്ന് ഓർക്കുക. പിന്നെ കോക്ലിയ ഹിയറിങ്ങിനുള്ളതാണ്. നമുക്ക് കേൾവി അനുഭവപ്പെടാൻ ഇവിടെ കോക്ലിയ ഇക്കകത്തെ ഫ്ലൂയിഡ് ഇളകണം. അത് ആംപ്ലിഫൈ ചെയ്ത് വരുന്ന വൈബ്രേഷൻസ് സ്റ്റേപ്പിസിൽ നിന്ന് ഇങ്ങോട്ട് ഈ കോക്ലിയൻ്റെ ഉള്ള, ഈ കോക്ലിയെ പറ്റി 2.5 ചുരുട്ട് ചുറ്റി വെച്ച പോലെയാണ്, 2.5 ചുറ്റ് ആണ് ഇവിടെ കാണുന്നത്. ഇത് നിവർത്തി വെച്ചാൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന ഇത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ 3 അറകൾ കാണാം. മുകളിലൊരു ചേമ്പർ, താഴെ ഒരു ചേമ്പർ, അപ്പോൾ അപ്പർ ചേമ്പർ, ലോവർ ചേമ്പർ എന്ന് പറയുന്നത് മിഡിൽ ചേമ്പറാണ് ഇടയ്ക്കുള്ളത്. ഈ മിഡിൽ ചേമ്പറിനെയും ലോവർ ചേമ്പറിനെയും വേർതിരിച്ചുകൊണ്ടുള്ള ആ മെംബ്രെയിൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു നീല കളറിൽ, ബ്ലൂയിഷ് കളറിൽ കാണിച്ചിരിക്കുന്നത് ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയും. ആ ബേസിലാർ മെംബ്രെയിനിൽ ഇതെവിടെ ഈ ചുവപ്പും കറുപ്പുമായിട്ട്, അല്ലെങ്കിൽ ഒരു വയലറ്റ് പോലെയുള്ളതും അല്ലെങ്കിൽ പിങ്കോ എന്താണ് നിറമെന്ന് നിങ്ങൾക്കറിയാം, അതും ബ്ലാക്കുമായിട്ട് കാണിക്കുന്ന ഇത്രയും വരമ്പ് പോലെ കാണിച്ചിരിക്കുന്നതാണ് റിസപ്റ്റേഴ്സ് ഉള്ള ഓർഗൻ ഓഫ് കോർട്ടി. എന്തായാലും മുകളിൽ താഴെയുള്ള അറയിൽ പെരിലിംഫ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡാണുള്ളത്. അപ്പോൾ ഇവിടെ കോക്ലിയയുടെ വൈബ്രേഷൻ ആ പെരിലിംഫിനെയാണ് ഇങ്ങനെ ഇളക്കുക. പെരിലിംഫ് അവസാനിക്കുന്നിടത്ത് മറ്റൊരു ചെറിയൊരു റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു മെംബ്രെയിനും കൂടി ഉണ്ട്. ഇതിങ്ങോട്ട് റിട്ടേൺ വരാതിരിക്കാൻ വേണ്ടി, ഇങ്ങോട്ട് തിരിച്ച് ഒഴുക്ക് വരാതിരിക്കേണ്ട, അങ്ങനെ അത് അവസാനിക്കും കമ്പനം. പക്ഷേ ഇവിടെ കമ്പനം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നടുവിലുള്ള അറയിൽ എൻഡോലിംഫ് ഉണ്ട്, അവിടെ ഇളക്കം വരും. അപ്പോഴാണ് ഈ ഓർഗൻ ഓഫ് കോർട്ടിയിലുള്ള ഹെയർ സെൽസ് ഇളകുക. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നെർവ്സാണ് ഈ നെർവ് ഫൈബേഴ്സ് ചേർന്ന നെർവാണ് നമ്മൾ കോക്ലിയർ നെർവ് അല്ലെങ്കിൽ ശ്രവണ നാഡി എന്ന് പൊതുവായിട്ട് പറയാവുന്നത്. ഇവിടെ ആ കോക്ലിയയുടെ 3 അറ കാണാം. അതിൻ്റെ നടുവിലെ അറയിൽ ഇവിടെ ഈ ഒരു ഛേദിക്കുമ്പോൾ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അവിടെയാണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ഈ റിസപ്റ്റേഴ്സ് നിൽക്കുന്ന ഈ ഏരിയയാണ്. ഇതങ്ങനെ മുറിച്ച ഭാഗമാണ്, ബാക്കി ഭാഗം കാണുന്നില്ല. അത്രയും ഭാഗമാണ് എന്ത് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ഉണ്ടാവുന്ന ഇമ്പൾസ്, ആ ഇമ്പൾസാണ് 8ാമത്തെ ശിരോനാഡി വഴി, ക്രാനിയൽ നെർവ് വഴി അങ്ങനെ ഈ സെറിബ്രത്തിൻ്റെ താഴെയുള്ള ടെമ്പറൽ ലോബ് എന്ന് പറയുമ്പോൾ അതിലേക്കാണ് എത്തുന്നത്. ആ സെറിബ്രത്തിൻ്റെ അവിടെയാണ് ഓഡിറ്ററി കോർട്ടക്സ് അല്ലെങ്കിൽ ശ്രവണ കേന്ദ്രം എന്നുള്ളത്. നമുക്കതൊന്ന് ഫ്ലോ ചാർട്ട് രൂപത്തിൽ നോക്കാം. ഇപ്പം ശബ്ദതരംഗങ്ങൾ അങ്ങനെ ചെവിക്കുടയിൽ തട്ടി, പിന്നയിൽ തട്ടി, ഓഡിറ്ററി കനാലിലൂടെ, ഈ കനാലിലൂടെ വന്ന് ടിംബാനം, കർണപടം കമ്പനം ചെയ്യുമല്ലോ, വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ ഇയറോസിക്കിൾസ് ആയിട്ടുള്ള മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് വഴി, അസ്ഥിശൃംഖല ആയിട്ടുള്ള അവർ വഴി ഓവൽ വിൻഡോയിലേക്ക് ആ ഒരു മെംബ്രെയിനിലേക്ക് കൊടുക്കും. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള കോക്ലിയർ ഫ്ലൂയിഡ്സ്, അതായത് പെരിലിംഫ് ആദ്യം ഇളകും, പിന്നെ തുടർന്ന് എൻഡോലിംഫ്, ഉള്ളിലുള്ള എൻഡോലിംഫ് ഇളകും. അപ്പോൾ ബേസിലാർ മെംബ്രെയിനിലെ ഓർഗൻ ഓഫ് കോർട്ടിയിലുള്ള ഓഡിറ്ററി റിസപ്റ്റേഴ്സ്, ശ്രവണഗ്രാഹികൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും, ഉദ്ദീപനം ഉണ്ടാവും. ആ ഉദ്ദീപനമാണ് ഓഡിറ്ററി നെർവ് വഴി അഥവാ കോക്ലിയർ നെർവ് വഴി അത് ശ്രവണനാഡിയിലൂടെ അത് ബ്രെയിനിലേക്ക് എത്തും. ആ കേന്ദ്രത്തിൽ എത്തുമ്പോൾ കേൾവി നമുക്ക് അനുഭവപ്പെടും. ഇനി തുലനനില പാലിക്കാനുള്ള വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ സാധാരണ യൂട്രിക്കിളും സാക്യൂളും ഉള്ള ഭാഗമാണ് വെസ്റ്റിബിൾ. പിന്നീട് അതിൻ്റെ മുകളിലുള്ള 3 സെമി സർക്കുലർ കനാൽസ്, അത് 3 സെമി സർക്കുലർ കനാൽസ് ആർ അറേഞ്ച്ഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. കണ്ടോ, ഏത് ഭാഗത്ത് തല എങ്ങനെ ചലിച്ചാലും ഒരെണ്ണമെങ്കിലും കുത്തനെ ലംബമായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ രീതിയിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്.
അങ്ങനെ അവിടെ നിന്നൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സെമി സർക്കുലർ കനാൽസിൻ്റെ സൊള്ളനൻ്റ് ആംപ്യുല എന്നൊക്കെയാണ് പറയല്, നിങ്ങൾക്ക് പുസ്തകത്തിലില്ല. അതിൻ്റെ ഉള്ളിലുള്ള ഹെയർ സെൽസും ഈ യൂട്രിക്കൽ സാക്യൂൾസിൻ്റെ ഉള്ളിലുള്ള പ്രത്യേക രീതിയിലുള്ള റിസപ്റ്റേഴ്സ് അവിടെയുള്ള ഹെയർ സെൽസും ഒക്കെയാണ് അവിടെ നിന്ന് പുറപ്പെടുന്ന നെർവാണ് നേരത്തെ പറഞ്ഞ വെസ്റ്റിബുലാർ നെർവ്. യൂട്രിക്കിളാവട്ടെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും സാക്യൂളിലുള്ളത് വെർട്ടിക്കൽ മൂവ്മെൻറ്റും ഡിറ്റക്റ്റ് ചെയ്യാനാണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പാഠഭാഗത്തിലൊന്നുമില്ല. എങ്ങനെയാണ് തുലനനില പാലിക്കാൻ നോക്കുക? നമ്മുടെ തല ഏത് രീതിയിൽ ചലിച്ചാലും മൂവ്മെൻറ്റ്സ് ഓഫ് ഹെഡ്, തലയുടെ ചലനങ്ങൾ ഈ നേരത്തെ പറഞ്ഞ വെസ്റ്റിബുലറിലെ യൂട്രിക്കലിലെയോ സാക്യൂളിലെയും ഈ ആംപ്യുല എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിലൊക്കെയുള്ള രോമകോശങ്ങൾക്ക് ഉദ്ദീപനം ഉണ്ടാവും. ആ സ്റ്റിമുലേഷൻ മൂലം ഉണ്ടാകുന്ന ഇമ്പൾസ് അത് വെസ്റ്റിബുലാർ നെർവ് വഴി കടന്നു പോവും. അങ്ങനെ പിന്നെ അത് ഒരുമിച്ച് ശ്രവണനാഡിയായിട്ടാണല്ലോ പോകുന്നത്. ആ ശ്രവണനാടി എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഓഡിറ്ററി നെർവ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അത് സെറിബെല്ലത്തിലേക്കാണ് പോകുന്നത്. ഓർക്കണം, സെറിബ്രമല്ല, സെറിബെല്ലമാണ്. സെറിബെല്ലമാണ് മസിൽസിനൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ട് നമുക്ക് ബോഡി ബാലൻസ് ചെയ്യപ്പെടുന്നത്. ചില വൈകല്യങ്ങൾ ഇത് കൂടുതലൊന്നും പഠിക്കാനൊന്നുമില്ലെന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. എന്തായാലും ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇൻഫെക്ഷനാണ് കാര്യമായിട്ട്, അണുബാധയാണ് കാര്യമായിട്ട് ഉണ്ടാവുക. ചിലപ്പോൾ ജനറ്റിക്കലി ഈ ബധിരത ജനിതകാവസ്ഥ, ഏജിങ് കൊണ്ടുണ്ടാവാം ശ്രവണവൈകല്യം. നമ്മൾ ഉച്ചത്തിലുള്ള ശബ്ദം തുടർച്ചയായി കേൾക്കുന്നതും മറ്റും അത് വരുത്താം. അതുപോലെ ഹെഡ് ഇഞ്ചുറി, ചില മരുന്നുകൾ, അതുപോലുള്ള ചികിത്സാ സംബന്ധമായിട്ടുള്ള പിഴവുകളൊക്കെ ഇങ്ങനെ ശ്രവണവൈകല്യത്തിലേക്ക് വരുത്താറുണ്ട്. ശസ്ത്രക്രിയ, സർജറി, അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ്സ്, ശ്രവണ സഹായികളൊക്കെ നമുക്ക് തൽക്കാലം ചിലതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് കേൾക്കാനാവുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 55 and 85 അത്രയും ഡെസിബിൾസിൻ്റെ ഇടയിലുള്ള സൗണ്ടാണ്. ഇപ്പോൾ നോർമൽ കോൺവെർസേഷനിൽ 40 to 50 ഡെസിബൽ, ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ 60 ഡെസിബൽ, കാർ ഹോൺ ഒരു 70 ഡെസിബൽ, എയർ ഹോൺ 100-ലേറെ ഡെസിബൽ എന്നിങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും 55-ൽ താഴെയുള്ള ശബ്ദം കുറേ നേരം കേൾക്കുന്നതും നമുക്ക് ഓഡിബിൾ അല്ലാത്ത സൗണ്ട് കുറേ നേരം കേൾക്കുന്നതും 85-ലും കൂടുതൽ ഉച്ചത്തിലുള്ള നോയ്സിലും കൂടുതലുള്ളത് അത്രയും കൂടുതൽ കേൾക്കുന്നതൊക്കെ നമുക്ക് പ്രോബ്ലം വരും. എന്തായാലും നമുക്കിനി രുചിയും മണവുമായുള്ള കാര്യത്തിലേക്ക് പോകാം. രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. ഓൾഫാക്ഷൻ, മണം എന്ന് പറയുന്നത് അത് നാവിലൂടെയും മണം കിട്ടും, രുചിക്കുന്നതിലൂടെയും മണം കിട്ടും, മൂക്കിലൂടെയും മണം കിട്ടും. ആദ്യം നമുക്ക് മണം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മണക്കുമ്പോൾ ആ തന്മാത്രകൾ, ഗന്ധ തന്മാത്രകൾ തൽക്കാലം പറയാം, ഓൾഫാക്ടറി മോളിക്യൂൾസ് നമ്മുടെ മൂക്കിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഈ മൂക്കിൻ്റെ ഉള്ളിൽ നാസാഗഹ്വരം എന്ന് പറയുന്നത്, നാസൽ കാവിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ്, വിശാലമാണ്. അവിടെയുള്ള ആ ഭിത്തിയിലൊക്കെയുള്ള ആ വോളിലൊക്കെയുള്ള മ്യൂക്കസ് മെംബ്രെയിനിൽ നിന്ന് മ്യൂക്കസ് ഉണ്ടാവുന്നുണ്ട്. ആ മ്യൂക്കസിലേക്കാണ് ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന ഇവിടെ കാണിച്ചിരിക്കുന്ന ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, ഗന്ധഗ്രാഹികൾ, അത് കുറച്ച് എൻഡ് ഇവിടെ വലുതാക്കി കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബൾബിൽ നിന്നും വരുന്നത്. ഇതൊരു നെർവാണ്. ആ നെർവിൻ്റെ എൻഡാണ് ഇവിടെ ആ ബൾബ് പോലെ കാണുന്നത്. ഈ നെർവ് ഓൾഫാക്ടറി നെർവ് അഥവാ ഗന്ധനാഡി എന്ന് പറയും. അതിൽ നിന്നുള്ള ന്യൂറോൺസിൻ്റെ എൻഡാണ്, ഗന്ധഗ്രാഹികളാണ് മ്യൂക്കസ് മെംബ്രെയിനിൽ വ്യാപിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഗന്ധതന്മാത്രകൾ ശ്ലേഷ്മത്തിൽ ലയിക്കുമ്പോൾ അല്ലെങ്കിൽ മ്യൂക്കസിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഇവയ്ക്ക് സ്റ്റിമുലേഷൻ കിട്ടും, എന്ന് വെച്ചാൽ ഉദ്ദീപനം കിട്ടും. അപ്പോൾ ഉണ്ടാകുന്ന ഇമ്പൾസ്, ആവേഗം ഈ നെർവ് വഴി ബ്രെയിനിലേക്ക് ഈ നെർവ് വഴി പോകും. അങ്ങനെ ഓൾഫാക്ടറി നെർവ് വഴി ഗന്ധനാഡി വഴി സെറിബ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, മണത്തിൻ്റെ കേന്ദ്രത്തിലേക്ക്, ഓൾഫാക്ടറി സെൻറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മണം അറിയാൻ കഴിയും. അതുപോലെ രുചിയിലൂടെയും ഒരല്പം മണം കിട്ടും. അതെങ്ങനെയാണെന്ന് വഴിയെ പറയാം. നാക്കിൽ ചെറിയ പാപ്പില്ലകൾ ഇവിടെ കാണാം. പാപ്പില്ലകൾ, പലതരം പാപ്പില്ലകളുണ്ട്. അതിനനുസരിച്ച് രുചി അറിയുന്നതിൽ ഏരിയയിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു പാപ്പില്ലയുടെ ഒരു ഭാഗമാണിത്. പാപ്പില്ലകൾക്ക് ഇടയ്ക്ക് ചെറിയ സുഷിരങ്ങളും കണ്ടോ. ഒരു പാപ്പില്ലയ്ക്കുള്ളിൽ ഇങ്ങനെ ഈ മഞ്ഞ നിറത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു സൈഡിലൊക്കെ ആയിട്ട് കാണിച്ചിരിക്കുന്നത്, സൈഡല്ല, നിങ്ങൾ 3 ഡയമെൻഷനിൽ കാണുന്ന ചുറ്റുമുണ്ട്. ടേസ്റ്റ് ബഡ്സ് ആണ്, രുചിമുകുളങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഗ്രാഹികളുള്ളത്, കീമോ റിസപ്റ്റേഴ്സ് ഉള്ളത്. ഒരു ടേസ്റ്റ് റിസപ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നെർവ് ഇങ്ങനെ വന്ന് ഇതുവരെ എൻഡ് വരെ നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഭാഗങ്ങളൊക്കെ കീമോ റിസപ്റ്റർ ന്യൂറോൺസ് ആയിട്ട് നമുക്ക് പരിഗണിക്കുക. കീമോ റിസപ്റ്റർ സെൽസ് ആണ്, രാസഗ്രാഹി കോശങ്ങളാണ്. ഇതടങ്ങിയ ഓരോ ബഡും ടേസ്റ്റും മുകുളങ്ങൾ പാപ്പില്ലകൾക്കുള്ളിൽ ഉണ്ട്. വിവിധതരം പാപ്പില്ലകൾക്കുള്ളിൽ വിവിധതരം രുചിമുകുളങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ വസ്തു പിന്നെ ഈ നാവിൽ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ചില മോളിക്യൂൾസ് ലയിച്ച് ഇങ്ങോട്ട് ഉമിനീരിൽ ലയിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങും, ഇതിൻ്റെ പാപ്പിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ മോളിക്യൂൾ ഡിസോൾവ്ഡ് ഇൻ സലൈവ ഇറങ്ങിക്കഴിഞ്ഞാൽ കീമോ റിസപ്റ്റേഴ്സ്, ഈ ടേസ്റ്റ് ബഡ്സിൻ്റെ ഉള്ളിലുള്ള കീമോ റിസപ്റ്റേഴ്സ് രാസഗ്രാഹികൾക്ക് ഉദ്ദീപനം സംഭവിക്കും. അപ്പോൾ നെർവ് വഴി അത് ബ്രെയിനിലേക്ക് പോകും. ഏത് നെർവാണെന്ന് പ്രത്യേകം പറയുന്നില്ല. 2 തരം ക്രാനിയൽ നെർവ് ഉണ്ട്. അത് നാവിൽ നിന്ന് പോകുന്നത്, അതുവഴി
അതിലേതെങ്കിലുമൊക്കെ വഴി മസ്തിഷ്കത്തിലെ രുചിയുടെ കേന്ദ്രത്തിലേക്ക് എത്തും. അങ്ങനെ രുചി മനസ്സിലാവും. നാക്കിന് പ്രധാനമായിട്ട് ഇത്രയും രുചികൾ അറിയാനുള്ള പാപ്പില്ലകൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്നുണ്ട്. ബാക്കിൽ കയ്പും ബിറ്റർ, ഏറ്റവും ഫ്രണ്ടിൽ സ്വീറ്റും, അതിൻ്റെ ഇടക്കായിട്ട് സാൾട്ടി, സോർ അല്ലെങ്കിൽ പുളിപ്പ്, അതുപോലെ ചവർപ്പ് രുചി നമുക്കറിയാൻ കഴിയും. ഉമാമി എന്ന് പറയുന്ന രുചി നമുക്കറിയാൻ കഴിയും. ഇവിടെ ഞാനൊരു ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു സ്കീമാറ്റിക് ഡയഗ്രാണേ. ഇതിൽ സ്വീറ്റ്, സാൾട്ടി, സോറ്, ബിറ്റർ, ഉമാമിയൊക്കെ അറിയാൻ വേണ്ടിയുള്ള ന്യൂറോൺസ് ആണ്. ഈ കളേർഡായിട്ട് കാണുന്ന ന്യൂറോൺസ് ആണ്. ഇത് ഓരോന്ന് രുചി അറിയാൻ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇതിൽ ചിലത് കൂടി ചേർന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ മണമാണ്. ആ സ്മെല്ല്, ആ മണം കൂടി കിട്ടും. കണ്ടില്ലേ, പലതരം മണവും കൂടി ഇവയുടെ കോമ്പിനേഷനിൽ നിന്ന് ഉണ്ടാവും. നമുക്കിനി സ്കിന്നിലെ ഗ്രാഹികൾ കൂടിയുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്, സ്കിന്നിലെ ചിത്രം പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു, പക്ഷെ രണ്ട് മീഡിയത്തിലും കൊടുത്തിരിക്കുന്ന ഇതിൽ ചിലയിടത്ത് അത് അധിക വായനയ്ക്കുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷനും മറ്റൊക്കെ. എന്തായാലും ഞാൻ ഇത് മുഴുവനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 7 എണ്ണം ഉണ്ട്, നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നു. സ്വതന്ത്ര നാഡീയാഗ്രഹങ്ങൾ, ഇൻഡിപെൻഡൻറ്റ് നെർവ് എൻഡിങ്സ്, ഇതാ ഇതിൻ്റെ ഈ ഉപരിതലത്തോട് ചേർന്നൊക്കെ കാണുക. മെർക്കൽ ഡിസ്ക്, അതുപോലെ തന്നെ മെസ്നർ കോപ്പസൽസ്, ക്രൂസ് ആൻഡ് ബൾബ്സ്, റുഫിനി ആൻഡ് ഓർഗൻ, റൂട്ട് ഹെയർ പ്ലക്സസ്, പസിനിയൻ കോപ്പസൽസ്. ഇത് ഇങ്ങനെ ഞാൻ നോട്ടിൽ കൊടുത്തത് ചിത്രം അതേപടി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. സ്വതന്ത്ര നാഡീയാഗ്രം, ഇൻഡിപെൻഡൻറ്റ് നെർവ് എൻഡിങ്സ് ആണ് പെയിനും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ഒക്കെ, താപനിലയിലെ വ്യതിയാനമൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. മെർക്കൽ ഡിസ്ക് സ്പർശവും മർദ്ദവും രോമചലനവും, ടച്ച്, പ്രഷർ, മൂവ്മെൻറ്റ് ഓഫ് ഹെയർ. പിന്നെ ഈ മെസ്നസ് കോപ്പസൽസ് നമ്മളെ വിരലിൻ്റെ അറ്റത്തൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അത് നമുക്ക് ഷേപ്പും സ്ട്രക്ചറൊക്കെ അറിയാൻ പറ്റും, ആകൃതി അതിൻ്റെ ഒക്കെ. അതുപോലെ അളവ് അറിയാൻ പറ്റും, ക്വാണ്ടിറ്റി. പിന്നെ ക്രൂസ് ആൻഡ് ബൾബ്, അത് ഒരു പുതപ്പിട്ട് മൂടിയ പോലെ ചിത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പ് എന്നുള്ളത് ഊഹിക്കാം. ആ രൂപത്തിൽ മനസ്സിലാക്കാൻ എളുപ്പം, മനസ്സിലാക്കി വെക്കാൻ എളുപ്പമുണ്ട്. കോൾഡും ടച്ചൊക്കെ അറിയിക്കുന്നതാണ്. റൂഫിനി ആൻഡ് ഓർഗൻ, അത് ഇൻറ്റൻസ് ടച്ച്, അതിതീവ്ര സ്പർശം, അതിയായ സ്പർശം, തീവ്ര സ്പർശം, മർദ്ദം, ചൂട് എന്നിവയൊക്കെ, പ്രഷർ, ഹീറ്റൊക്കെ അറിയാനുള്ളതാണ്. റൂട്ട് ഹെയർ പ്ലക്സസ്, ആ പേരിൽ നിന്ന് തന്നെ റൂട്ട് ഹെയറുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയാം. അപ്പോൾ ആ ഹെയറിൻ്റെ മൂവ്മെൻറ്റുമായിട്ട്, രോമചലനവുമായി ബന്ധപ്പെട്ട്. അതുപോലെ പസീനിയൻ കോപ്പസൽസ്, കമ്പനവും ആഴത്തിലുള്ള ടച്ച്, സ്പർശം, ഇതൊക്കെ ഹൈ ഫ്രീക്വൻസിയിലുള്ള ടച്ചൊക്കെയാണ് ഉള്ളത്. 4 ചോദ്യങ്ങളിലേക്ക് പോകാം, വളരെ പെട്ടെന്ന് തീർക്കുകയാണ്. ഈ ഭാഗം കാണപ്പെടുന്ന എവിടെയാണ്? ഇൻ വിച്ച് പാർട്ട് ഓഫ് അവർ ബോഡി? അപ്പോൾ ഇത് അറിയാലോ, ഇൻറ്റേർണൽ ഇയർ ആണ്. അപ്പോൾ ഇയറിലാണ് കാണുന്നത്. മറ്റൊരു ക്വസ്റ്റ്യന് എ എന്ന പാർട്ടിൻ്റെ പേര് എഴുതാനാണ്. എ കോക്ലിയും ബി വെസ്റ്റിബുലാർ സിസ്റ്റം ആണെന്ന് നമുക്കറിയാലോ. സി എയുടെയും ബിയുടെയും പ്രവർത്തനം ഒരുപോലെയാണോ? ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ ആൻഡ് ബി സെയിം? നോ. എ എന്ന് പറയുന്നത് കോക്ലിയ എന്ന് പറഞ്ഞാൽ ഫോർ ഹിയറിംഗ് ആണ്, മറ്റേതാണെങ്കിൽ ഫോർ ബോഡി ബാലൻസിങ്, അത് തുല്യനില പാലിക്കാനുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഈ ഗ്രാഹികളൊക്കെ ഏത് സെൻസ് ഓർഗൻസിലാണ്, ജ്ഞാനേന്ദ്രിയത്തിലാണുള്ളതെന്ന് പറഞ്ഞാൽ മതി. ഒന്ന് രോമകോശ ഗ്രാഹികൾ, എയർ സെൽസ് റിസപ്റ്റേഴ്സ്, അത് വളരെ എളുപ്പമുണ്ട്, ഇയറിലാണ്, അല്ലെ ചെവിയിലാണ്. മറ്റത് റൂഫ്നി ആൻഡ് ഓർഗൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ, അത് സ്കിന്നിലെ ഒരു പ്രത്യേക ഫംഗ്ഷനൊക്കെ ചെയ്യാനുള്ള ഒരു ഗ്രാഹിയാണ്, റിസപ്റ്ററാണ്. രാസഗ്രാഹികൾ, കീമോ റിസപ്റ്റേഴ്സ്, അത് നമുക്ക് ടങ്ങിലാണ്, രുചി അറിയാനുള്ളതാണെന്നറിയാം. ഇനി ആ രുചി അറിയുന്നതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെ മണം അറിയുന്നതായിട്ട് ഓൾഫാക്ഷൻ്റെ ഒരു സ്മെല്ലിംഗ്, സെൻസിങ് സ്മെല്ലിൻ്റെ ഒരു ചാർട്ടായിട്ട് മാറ്റണം. ഇപ്പോൾ രുചി അറിയാൻ വേണ്ടി ഉമിനീര് ലയിക്കുന്നു എന്ന് അവിടെ കൊടുത്ത ഡിസോൾവിൻ സലൈവ, അത് മണമാവുമ്പോൾ ഓൾഫാക്ഷൻ ആകുമ്പോൾ എന്താവും? ഉമിനീരിൽ നിന്നുള്ളതിന് പകരം അത് മ്യൂക്കസിൽ എന്നാക്കേണ്ടി വരും, ശ്ലേഷ്മദ്രവത്തിലേക്ക് എന്നാക്കേണ്ടി വരും. പിന്നെ ഇവിടെ രാസഗ്രാഹികൾ, കീമോ റിസപ്റ്റേഴ്സാണ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മണമാവുമ്പോൾ അത് ഓൾഫാക്ടറി അല്ലെങ്കിൽ ഗന്ധഗ്രാഹികളാണ്, ഓൾഫാക്ടറി റിസപ്റ്റർ ആവണം. പിന്നെ ഇവിടെ നാഡിയിലൂടെ ആവേഗ പ്രസരണം, അത് മാറ്റണമെന്നില്ല, എങ്കിലും ഗന്ധനാഡി അതല്ലെങ്കിൽ ഓൾഫാക്ടറി നെർവ് എന്ന് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. പിന്നെ തലച്ചോറിൽ ഇമ്പൾസ് എത്തുന്നു, ബ്രെയിനിലെത്തുന്നു, അത് പ്രശ്നമില്ല. ഇവിടെ രുചി അറിയുന്നു, ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളതിന് പകരം മണമാക്കി, സ്മെല്ലാക്കി മാറ്റിയാൽ മതി. അവസാനമായിട്ട് ഈ ചിത്രം പകർത്തി വരയ്ക്കാനുള്ളതാണ്, റീഡ്രോ ചെയ്യണം. എന്നിട്ട് ഇതിൽ ഈ പറഞ്ഞ 3 ഭാഗങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തണം. ഒന്ന്, മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം, ദ പാർട്ട് വിച്ച് കണക്ട്സ് ദ മിഡിൽ ഇയർ ആൻഡ് ദ ഫാൻസ്, അത് ഇതാണ് അല്ലേ, യൂസ്റ്റേഷ്യൻ കനാൽ അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ്. രണ്ടാമത്തത് ബി, പൊടിപടലത്തെ തടയുന്ന മെഴുകും ചെറുരോമങ്ങളൊക്കെ ഉള്ള ഭാഗം, വാക്സും സ്മോൾ എയേഴ്സൊക്കെ ഉള്ള ഭാഗം, അത് ഈ ഓഡിറ്ററി കനാലാണ്, കർണനാളം എന്ന് പറയുന്ന ഭാഗമാണ്. സി, കോക്ലിയയിൽ നിന്ന് ആവേഗത്തെ വഹിക്കുന്ന നാഡി, നെർവ് ദാറ്റ് ക്യാരീസ് ഇമ്പൾസ് ഫ്രം കോക്ലിയ, അത് ഈ ഭാഗമാണ്. നമുക്കിപ്പോൾ ഇവിടെ എഴുതുകയാണെങ്കിൽ കോക്ലിയർ നെർവ് എന്ന് എഴുതാം, ഇത് ശ്രവണനാഡി എഴുതാം. ശ്രവണനാഡി എന്ന് നിങ്ങൾ എഴുതിയാൽ മതി, ഓഡിറ്ററി നെർവ് നിങ്ങൾക്ക് പൊതുവായിട്ട് എഴുതിയാൽ മതി. ശരിക്കും ഇത് രണ്ടും കൂടി പറയുന്ന പേര് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് എന്നാണ്. ഏതായാലും അടുത്ത ഭാഗം നമുക്ക് 4ാമത്തെ ചാപ്റ്ററുമായിട്ട് വരാം. അതുവരെ വിടാം. താങ്ക് യു.